മോദിജിയും ഗോപിജിയും വയനാട് ജനങ്ങളെ, വയനാടുള്ള ദുരിതബാധിതരെ ഒറ്റുകൊടുത്ത സങ്കടകരമായ കഥയാണ് പുറത്തു വരുന്നത്. വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടി 211 ആളുകൾ മരിക്കുകയും ധാരാളം ആളുകൾക്ക് പരിക്കേൽക്കുകയും അതുപോലെ തന്നെ സ്വത്തുവകകൾ നഷ്ടപ്പെടുകയും ചെയ്ത ദാരുണമായ സംഭവം കേരളത്തിൻ്റെ മനസ്സാകെ നീറിപ്പൊള്ളിച്ച സംഭവമായിരുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഉഗ്രമായ ഉരുൾപൊട്ടൽ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രകൃതി ദുരന്തം. അങ്ങനെ കേരളം കണ്ണീർ കടലിലായിരുന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒത്തൊരുമയോടെ നിന്ന് അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കാനും അവിടുത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പാനും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന സമയത്തൊക്കെയാണ് ഈ പ്രധാനമന്ത്രിയുടെയൊക്കെ സന്ദർശനം. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിജിയും വയനാട്ടിലെത്തി ജനങ്ങളെ സമാശ്വസിപ്പിച്ചു. നിങ്ങൾക്ക് വാരിക്കോരി തരും, നിങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ഒരു സംഘം വരും എന്നൊക്കെ. കേന്ദ്രത്തിൽ നിന്ന് സംഘമൊക്കെ വന്നു. സംഘം വന്ന് എല്ലാം പഠിച്ചിട്ട് ഓഗസ്റ്റ് 8-ാം തീയതി അവർ മടങ്ങിപ്പോയി റിപ്പോർട്ടും സമർപ്പിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി പലതവണ കത്തെഴുതി. കേന്ദ്രത്തിലെ ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി ശ്രീ കെ വി തോമസ് കത്ത് നൽകി. എന്നിട്ടും മറുപടി ഒന്നുമില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായി ഒരു കത്ത് കെ വി തോമസിന് കൈമാറി. നിത്യാനന്ദ റായിയുടെ കത്തിൽ പറയുന്ന വിവരങ്ങൾ കേട്ടാൽ കേരളം ശരിക്കും ഞെട്ടിപ്പോകും. നിർമ്മലാനന്ദൻ, അതായത് നമ്മുടെ ധനകാര്യമന്ത്രി, കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി സന്ദർശിച്ചിരുന്നല്ലോ. കൊച്ചിയിലെത്തിയ നിർമ്മലാനന്ദൻ പറഞ്ഞതും ഇതുതന്നെയാണ്, വയനാടിനെ കൈവിടില്ല, സഹായിക്കുമെന്ന്. കേരളം ചോദിച്ചത് അടിയന്തര സാമ്പത്തിക സഹായമായി പുനരധിവാസത്തിന് 1500 കോടി രൂപ നൽകണം എന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം. കേരളം അതിൻ്റെ കണക്കുകൾ നിരത്തിയിരുന്നു. അപ്പോഴാണ് ചില മാധ്യമങ്ങൾ ആ കണക്കിലെ പൊരുത്തക്കേടുകൾ ഇരട്ടിപ്പിച്ച് കാണിച്ചു, അത് 100 ഇരട്ടിയാക്കി കാണിച്ചു എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഭരണകക്ഷിയെയും ഒക്കെ പ്രതിസ്ഥാനത്ത് നിർത്തി ആക്രമിച്ചത്. അന്ന് ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകളും ആ വസ്തുതകളുമൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാനും ഇടയില്ല. ഇപ്പോൾ തന്ന കത്തിൻ്റെ ഉള്ളടക്കം ഞാനൊന്ന് പറയാം. ഒന്ന് പറയുന്നത്, അതായത് ദുരന്ത പ്രതികരണ ഫണ്ട്, കേരളത്തിൻ്റെ ദുരന്ത പ്രതികരണ ഫണ്ടിൽ 394 കോടി രൂപ ഉണ്ട്. 2024 ഏപ്രിൽ 1 വരെ 394 കോടി രൂപ ഉണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തിന് സഹായിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം ഈ ഫണ്ടിൽ 291 കോടി രൂപയും കേന്ദ്രവിഹിതമാണ്, ബാക്കി തുകയാണ് കേരളത്തിൻ്റെ വിഹിതം, സംസ്ഥാന വിഹിതം. ഇത് ശരിയാണ്. പക്ഷേ ഈ SDRF ഫണ്ടിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത്, റവന്യൂ മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ വിനിയോഗം, അതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞു, അതിൻ്റെ വിനിയോഗം കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരത്തിൻ്റെ അതിൽ പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ദുരന്തമുണ്ടായാലും അവിടെ അടിയന്തര സഹായം എത്തിക്കുന്നതിനുള്ളതാണ് ഈ SDRF ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ദുരന്ത പ്രതികരണ ഫണ്ട്. ഇത് കേന്ദ്രത്തിനുമുണ്ട് ഇതുപോലൊരു ഫണ്ട്. ആ കേന്ദ്ര ഫണ്ടിൽ നിന്ന് ആണ് പിന്നീടുള്ള പുനരധിവാസത്തിനും അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിനും ഒക്കെ കൊടുക്കുന്ന, സമാശ്വാസമായി കൊടുക്കുന്ന പണം. അതിനുവേണ്ടിയാണ് കേരളം അപേക്ഷകൾ നൽകിയിരുന്നത്, കണക്കുകൾ ബോധിപ്പിച്ചിരുന്നത്. വന്ന ഉദ്യോഗസ്ഥന്മാരോട് ഇത് പറഞ്ഞു. ഇത് A3 പട്ടികയിൽ, അതായത് ദേശീയ ദുരന്തത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി ഇവിടുത്തെ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് മന്ത്രിമാരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ ഈ സംഘവുമായി സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ സംഘം അവിടെ കൊടുത്ത റിപ്പോർട്ട് എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല ഇതുവരെ. നമ്മുടെ അക്കൗണ്ടന്റ് ജനറലാണ്, അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥലം മാറി ഇംഗ്ലണ്ടിലെ ഹൈക്കമ്മീഷനിൽ ഓഡിറ്റ് വിഭാഗത്തിലേക്ക് പോയ അക്കൗണ്ടന്റ് ജനറൽ ആണ് റിപ്പോർട്ട് കൊടുത്തത്. ഇവിടെ ഇത്രയും തുകയുണ്ട്, 394 കോടി രൂപയുണ്ട്, SDRFിലുണ്ട് എന്ന് കണക്ക് കൊടുത്തത്. അത് തെറ്റുന്നല്ല, ആ കണക്ക് ശരിയാണ്, ആ തുക ഉണ്ട് ഇവിടെ. പക്ഷേ ആ തുക കൊണ്ട് വയനാടുണ്ടായ അല്ലെങ്കിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് കഴിയാതെ പോകും. അവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാൻ കഴിയാതെ പോകും സർക്കാരിന്. ഇപ്പോൾ അവിടെ ഒരു സമരം നടന്നു, ശ്രദ്ധിച്ചു കാണും എല്ലാ ആളുകളും. ആ സമരം വരെ ഇളക്കി വിട്ട് സർക്കാരിനെതിരെ തിരിക്കാൻ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് BJP അനുബന്ധ കക്ഷികളുമൊക്കെ ചെയ്തതെന്ന് പകൽ പോലെ വ്യക്തമാക്കുന്ന നടപടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെ വി തോമസിൻ്റെ വാക്കുകൾ ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് കേന്ദ്രം രാഷ്ട്രീയം കളിക്കുകയാണ്, അതിനെതിരെ കേരളത്തിലെ പ്രതിപക്ഷവും സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം. കേന്ദ്രത്തിലെ രാഷ്ട്രീയ കളി പോലെ കേരളത്തിലും പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കാൻ നിന്നു കഴിഞ്ഞാൽ വയനാട് പുനരധിവാസം ഒരു ചോദ്യചിഹ്നമായി മാറും. തീർച്ചയായും വയനാടിൻ്റെ കാര്യത്തിൽ ഈ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമൊക്കെ വയനാടുകാരെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഇനി വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സ്
കോൺഗ്രസിനൊപ്പം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ BJPക്ക് അവിടെ വേരോട്ടമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു നീക്കമെന്നറിയില്ല. എന്നാൽ ഇതേ സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ തന്നെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ കേരളത്തോട് ഒരു ചിറ്റമ്മ നയം അതാണ് കേന്ദ്രം പുലർത്തുന്നത്. അതാണ് ഈ കത്തിൽ നിന്ന് നിത്യാനന്ദ റായിയുടെ കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായും വയനാടിന് അർഹമായ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്രം ബാധ്യസ്ഥമാണ്. ഇതൊരു ഫെഡറൽ സംവിധാനമാണെങ്കിൽ ഇതിന് കൃത്യമായും കേന്ദ്രം പണം നൽകുക തന്നെ വേണം. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ടല്ലോ, നിങ്ങളുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ പൈസയുണ്ടല്ലോ, അതിൽ നിന്ന് എടുത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമാശ്വാസത്തിനുള്ള പണമാണ്. അത് എല്ലാ ജില്ലകളിലും എന്തെങ്കിലും ഉണ്ടായാൽ ഉടനടി പ്രതിവിധി കണ്ടെത്താനുള്ള സമാശ്വാസ പണമായി വിതരണം ചെയ്യേണ്ടതാണ്. അത് എടുത്ത് ചിലവഴിക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ വ്യവസ്ഥയില്ല. അങ്ങനെ ചെലവഴിച്ചാൽ തന്നെ വയനാട് പുനരധിവാസം സാധ്യമാവുകയുമില്ല. കാരണം അത്ര വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. 1500 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നിടത്ത് 394 കോടി രൂപയും കൊണ്ടുപോയാൽ കടലിൽ കായം കലക്കുന്നത് പോലെ ആയിരിക്കുമെന്ന് തിരിച്ചറിയാൻ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും. അപ്പോഴാണ് മോദിജിയുടെ കേന്ദ്ര സർക്കാർ, നിർമ്മലാജിയുടെ ധനകാര്യ വകുപ്പ്, ഗോപിജി പറഞ്ഞു നടന്ന വയനാടിനെ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കുമെന്നൊക്കെ ഉള്ള താരാട്ടൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അത് ഇവിടെ പാഴ്വാക്കായി മാറുന്നതും വയനാട് ജനങ്ങളെ മോദിജിയും ഗോപിജിയും ഒറ്റുകൊടുത്തു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.